അവിടെ വന്നേ ഈ സംഭവം കാണിച്ചു കൊടുത്തേ. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വാളിന്റെ പണി, അതായത് ഭിത്തി കെട്ടുന്ന പണി കഴിഞ്ഞതിന് ശേഷം വാതിൽ കട്ടിൽ ജനൽ കട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാലുള്ള ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണത്. അപ്പൊ ഇങ്ങനെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, അതായത് നമ്മുടെ ഭിത്തിയുടെ പണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാതിൽ കട്ടിൽ ജനൽ കട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ബെസ്റ്റ് ഒരു ആഫ്റ്റർ എഫക്റ്റ് റിസൾട്ട് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു വന്നാണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഭിത്തിയുടെ പണി കഴിഞ്ഞു, അതായത് ചുമര് കെട്ടുന്ന പണി കഴിഞ്ഞതിന് ശേഷം ചില ഇതിൽ സ്ക്രാച്ച് വരും നമ്മൾ ഈ തേപ്പിന്റെ സമയത്ത്. അതുകൊണ്ട് നമ്മൾ പണി കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വാതിൽ കട്ടിൽ ജനൽ വെച്ചാൽ മതി എന്നൊക്കെ സംഭവം. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ അത് സംഭവം കറക്റ്റ് ആണ്. കാരണം സ്ക്രാച്ചും കാര്യങ്ങളും കുറച്ച് കുറഞ്ഞു കിട്ടും. പക്ഷെ നമ്മൾ ഈ ഭിത്തി വെക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇത് വെച്ച് പോവാണെന്നുള്ള ബെനിഫിറ്റ് ആ ഒരു ഭിത്തിന്റെ കൂട്ടത്തിൽ തന്നെ നല്ല എയർ ടൈറ്റ്, നല്ല പ്രഷർ ടൈറ്റിൽ ഫുൾ സെറ്റ് ആയിട്ട് വരും. പിന്നീട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സൈഡിൽ ഫില്ല് ചെയ്യുന്ന സിമെന്റ്, അതുപോലെ മേലെ ഫില്ല് ചെയ്യുന്ന കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വലിയ പ്രഷറിൽ അടക്കുമ്പോൾ, അല്ലെങ്കിൽ കാറ്റ് വന്നിട്ട് ഓട്ടോമാറ്റിക് നല്ല ഹാർഡായിട്ട് അടയുമ്പോൾ ഒക്കെ ഈ ഒരു സിമെന്റ് ഇങ്ങോട്ട് പൊളിഞ്ഞ് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ പോന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, പിന്നെ സ്വാഭാവികമായിട്ടും അതിന്റെ സ്ട്രെങ്ത് പോകും. പിന്നെ അതിങ്ങനെ വാതിൽ നിലത്ത് തൂങ്ങുന്നൊരവസ്ഥ, അതായത് തൂങ്ങുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് നിലത്ത് തട്ടിയിട്ട് നമുക്ക് അടക്കാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് വരും. ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വാളിന്റെ പണി, അതായത് ഭിത്തിയുടെ പണി എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ അതേ സെയിം ടൈമിൽ വാതിൽക്കട്ടിൽ ജനൽക്കട്ടിൽ വെച്ച് പോവുക. പിന്നീട് ഒരു പണിക്കായിട്ട് നിൽക്കരുത്, നമ്മളെ പണി കുറച്ച് എളുപ്പം അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വന്നാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പൊ എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെക്കും ബൈ.